പലരും ചോദിക്കും ബിഗ് ടി വിയെ കുറിച്ചൊക്കെ വാർത്ത ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മധൈര്യമൊക്കെ നിങ്ങൾക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചേക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ബിഗ് ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേവന്ത് റെഡ്ഡിയുടെ അനുജന്റെ കമ്പനിയാണ് എന്നുള്ളതാണ് മറ്റു പല ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട്. ഇത് കോൺഗ്രസിന് അനുകൂലമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് രേവന്ത് റെഡ്ഡി KC വേണുഗോപാലിന് കൊടുത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഈ ബിഗ് ടി വി എന്ന് പറയുന്നത്. ഇവർ സ്വന്തമായിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പേജ് ഓർഗാനിക്കലി അവർക്ക് എത്താൻ സാധിക്കുമായിരുന്നു. 1 ലക്ഷം 2 ലക്ഷത്തിലേക്കൊക്കെ സ്വാഭാവികമായിട്ട് എത്താൻ വേണ്ടി സാധിക്കുമായിരുന്നു. കഥാർസിസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പേജ് പ്രവർത്തിക്കുന്ന സമയത്ത് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറേ ഹോട്ട് ഫോട്ടോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലിപ്പോഴും കിടപ്പുണ്ട്. ഇവിടെയുള്ള ഒരുപാട് പരസ്യ കമ്പനികളുണ്ട്, ഈ അഡ്വർടൈസ്മെന്റ് ഏജൻസികളുണ്ട്. ഇവരെയൊക്കെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 11 ലക്ഷത്തിലേക്ക് ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. കുറേ പരസ്യ കമ്പനിക്കാരെയും അതോടൊപ്പം തന്നെ കുറേ അഡ്വർടൈസ്മെന്റ് ഏജൻസികളെയും പറ്റിക്കാം എന്നതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഗുണം കിട്ടുമോ? ഒരു ഗുണവും കിട്ടത്തില്ല. പല വാർത്താ ചാനലുകൾക്കും യഥാർത്ഥ ന്യൂസുകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ന് സാധിക്കുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. സുജയ പാർവതി 24 ന്യൂസിൽ നിന്നും രാജിവെച്ച് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ, അവർ പരസ്യമായിട്ടൊരു സംഘി എന്നുള്ള നിലയിലേക്ക് അവരെ വിചാരണ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് സുജയ പാർവതി കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയാവുകയും അതിനോടൊപ്പം തന്നെ അവരുടെ പൊളിറ്റിക്സ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കൃത്യമായിട്ട് നിലപാടുകൾ പറയുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തൊരു മാധ്യമ പ്രവർത്തകയാണ്. നമസ്കാരം. ബിഗ് ടി വി മലയാളത്തിലെ 11ാമത്തെ ന്യൂസ് ചാനലായി എത്തുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിലും അതുപോലെ തന്നെ പൊതുമേഖലയിലും മാധ്യമങ്ങളുടെ പങ്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. ഇപ്പോഴിതാ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ബിഗ് ടി വി ന്യൂസ് 24/7 പുതിയൊരു FB പേജ് വന്നിരിക്കുന്നു. കഥാർസിസ് എന്ന പേരിലുള്ള ഒരു പേജ് വിലയ്ക്ക് വാങ്ങി അത് തങ്ങളുടേതായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ബിഗ് ടി വിയുടെ ഇപ്പോഴത്തെ ഈ ഒരു വളർച്ചയും അതുപോലെ തന്നെ ഈ ഒരു പേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു നീക്കത്തെ കാണുന്നത്? ഈ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിഗ് ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേവന്ത് റെഡ്ഡിയുടെ അനുജന്റെ കമ്പനിയാണ് എന്നുള്ളതാണ് മറ്റു പല ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് അത് രേവന്ത് റെഡ്ഡിയുടെ സഹോദരൻ്റെ കമ്പനിയല്ല, അദ്ദേഹം ബന്ധമുണ്ട്, അർദ്ധ സഹോദരന്മാരെല്ലാം ആയിരിക്കാം, അയാളുടെ സ്വന്തം അനുജനൊന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അതോടെ നിൽക്കട്ടെ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഒരു 2 ആഴ്ച മുമ്പ് നമ്മൾ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇവിടെ വീണ്ടും ബിഗ് ടി വി എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഏവർക്കും സുപരിചിതരായിട്ടുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകർ അണിനിരക്കാൻ വേണ്ടി പോകുന്ന ഒരു വാർത്താ പ്ലാറ്റ്ഫോമാണ് ഈ ബിഗ് ടി വിയുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റാൻ പാടില്ല എന്നൊരു കരുതൽ നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രണ്ടാമതും ബിഗ് ടി വിയെ കുറിച്ചൊരു വാർത്ത നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പലരും ചോദിക്കും ബിഗ് ടി വിയെ കുറിച്ചൊക്കെ വാർത്ത ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മധൈര്യമൊക്കെ നിങ്ങൾക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചേക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനിൽ അയിരൂർ എന്ന് പറയുന്ന, അതായത് സുജയ പാർവതിയുടെ ഒരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലയാള വാർത്താ രംഗത്തെ രാജമൗലി എന്ന് അവർക്ക് ബോധ്യമുള്ള ഒരു കക്ഷിയാണ് അനിൽ അയിരൂർ എന്ന് പറയുന്നത്. അനിൽ അയിരൂരിനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമുള്ള ആളുകളും ഉണ്ടായിരിക്കാം. കാരണം പലപ്പോഴും അറിയപ്പെടുന്ന ശില്പികൾ മറ്റൊരാളായിരിക്കുകയും എന്നാൽ യഥാർത്ഥ ശില്പി മറ്റൊരാളായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്, പിന്നണിയിലിരിക്കുകയും. അതായത് നമ്മുടെ നാട്ടിലെങ്ങനെ വെച്ചാൽ ഈ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കൂലി എഴുത്തുകാരെന്ന് പറയും. കൂലി എഴുത്തുകാരെന്നല്ല, അവരാണ് യഥാർത്ഥ സാഹിത്യകാരന്മാർ. അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് അവരെ അങ്ങനെ ആക്കി തീർക്കുന്നത്. നമ്മൾ പലരും വിചാരിക്കും ഇന്ന് കാണുന്ന പല സൃഷ്ടികൾക്കും പിന്നിൽ ആ പുസ്തകത്തിൻ്റെ പുറത്തെഴുതി വെച്ചിരിക്കുന്ന പേരുകളായിരിക്കില്ല, പക്ഷെ മറിച്ച് അത് എഴുതി കൊടുത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയുള്ള കുറേ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. എന്ന് വിചാരിച്ച് അനിൽ അയിരൂർ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ അത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ചാനൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ലോഞ്ച് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, അവരപ്പായിട്ടില്ല, വാർത്തകളൊന്നും അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. പക്ഷേ അതിന് മുമ്പ് തന്നെ അതിന് 11 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാജിക്കാണ്. അതായത് ഇവരുദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അനിൽ അയിരൂർ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും മാധ്യമ പ്രവർത്തകരെ ഞങ്ങൾ അണിനിരത്തിയപ്പോൾ തന്നെ 11 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഞങ്ങളെ ഫോളോ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയുള്ള ഒരുപാട് പരസ്യ കമ്പനികളുണ്ട്, ഈ അഡ്വർടൈസ്മെന്റ് ഏജൻസികളുണ്ട്. ഇവരെയൊക്കെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 11 ലക്ഷത്തിലേക്ക് ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന് മുമ്പ്
ചില മൊബൈൽ ഫാമിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് ആരോപണങ്ങൾ പല വാർത്താമാധ്യമങ്ങൾക്കെതിരെ വന്നിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അത്ര ഗൗരവമായിട്ട് ആരും കാണുന്നില്ല. എങ്കിൽ തന്നെയും അനിൽ അയ്യൂരിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് പേജ് കടമെടുത്തുകൊണ്ട് അതിലെ പഴയ അപ്ലോഡ് ചെയ്തിരുന്ന ഫോട്ടോ പോലും ഡിലീറ്റ് ആക്കിയിട്ടില്ല. അതായത് പണ്ട് നേരത്തെ ഈ കഥാർസിസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പേജ് പ്രവർത്തിക്കുന്ന സമയത്ത് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറെ ഹോട്ട് ഫോട്ടോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലിപ്പോഴും കിടപ്പുണ്ട്. അതുപോലും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ടെക്നിക്കൽ ടീമാണ് അവരുടെ കൂടെ ഉള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. കാരണം ഇവരെല്ലാം ഇപ്പോൾ ഹൈദരാബാദിലാണെന്ന് എനിക്ക് തോന്നുന്നുള്ളത്. അപ്പോൾ ഈ ഹൈദരാബാദിലുള്ള ടെക്നീഷ്യന്മാരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഈ മലയാളം അധികം അറിയാനായിട്ട് സാധ്യതയില്ല. കാരണം ഇവിടെ നിന്നുള്ള ടെക്നീഷ്യന്മാർ അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് കൂടാതെ തന്നെ ഇനി ഇവർ ഈ മലയാള വാർത്താ രംഗം എന്ന് പറയുന്നത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ശരിക്കും MV നികേഷ് കുമാർ ആണല്ലോ ഈ ഒരു ഇതേ രീതിയിലേക്ക് നമ്മുടെ വാർത്താ ചാനലുകളെയൊക്കെ മാറ്റിയെടുത്തതും വാർത്തെടുത്തതും. ചാനൽ യുഗത്തിന്റെ ഒരു പുതിയ തുടക്കം കുറിച്ച അദ്ദേഹമാണ്. പക്ഷേ അദ്ദേഹം തുടക്കം കുറിച്ച ആ ഒരു വാർത്താ മാധ്യമ രംഗം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അന്നത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നികേഷ് കുമാർ വന്നിട്ട് എല്ലാവരോടും മുഖത്ത് നോക്കിയിട്ട് ഇന്ന് വരെ സാറേ, ചേട്ട, അല്ലെങ്കിൽ അങ്ങുന്ന എന്നൊക്കെയാണ് മാധ്യമ പ്രവർത്തകര് നേതാക്കന്മാരെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വലിയ വലിയ ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവരുടെ എല്ലാം മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മിസ്റ്റർ എക്സ് എന്ന് പറയാനായിട്ട് മാധ്യമ പ്രവർത്തകരെ പഠിപ്പിച്ചയാളാണ് MV നികേഷ് കുമാർ. അപ്പൊ അവിടെ നിന്നും ഇന്ന് ഈ മാധ്യമം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വളരെ വ്യത്യസ്തമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വാർത്താ ചാനലുകൾക്കും യഥാർത്ഥ ന്യൂസുകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ന് സാധിക്കുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് കൂടാതെ തന്നെ മറ്റൊരു വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒറിജിനലായിട്ടുള്ള ന്യൂസുകൾ പുറത്തു കൊണ്ടുവരുന്ന ചാനലുകൾക്കെതിരെ ശക്തമായിട്ടുള്ള സൈബർ അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. സൈബർ ബുള്ളിങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്നതും മാധ്യമ പ്രവർത്തകരാണ്. അല്ല, മാധ്യമ പ്രവർത്തകരല്ല, ചില മാധ്യമ സ്ഥാപനങ്ങൾ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നത്, സത്യസന്ധമായ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്ന ചാനലുകൾക്കെതിരെ ഇതുപോലുള്ള സൈബർ അറ്റാക്കുകൾ നടക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സുജയ പാർവതിയെ പോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തക, അതോടൊപ്പം തന്നെ വേണു ബാലകൃഷ്ണനെ പോലുള്ളൊരു മാധ്യമ പ്രവർത്തകൻ. വേണു ബാലകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ണി ബാലകൃഷ്ണനും വേണു ബാലകൃഷ്ണനും നല്ല ജേർണലിസ്റ്റുകളുടെ ഗണത്തിൽ തന്നെ പെട്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആ വേണു ബാലകൃഷ്ണൻ അവിടെ എനിക്ക് തോന്നുന്നു ചീഫ് എഡിറ്റർ ആയിട്ടുള്ളത് സുജയ പാർവതിയും വേണു ബാലകൃഷ്ണൻ എനിക്ക് തോന്നുന്നു അതിന് തൊട്ട് അടുപ്പിച്ചെന്നൊരു പോസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അതിലൊക്കെ ചില അത്ഭുതങ്ങളുണ്ട് എന്നുകൂടി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. പിന്നെ അതിൽ എടുത്തു പറയേണ്ട ജോഷി കുര്യൻ നല്ലൊരു റിപ്പോർട്ടറാണ്, നല്ലൊരു മാധ്യമ പ്രവർത്തകനാണ്. അപർണ കുറുപ്പ്, അങ്ങനെയുള്ള കുറേ അധികം നല്ല മാധ്യമ പ്രവർത്തകർ അതിനകത്ത് ഉണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ്. പക്ഷേ ഇവരൊക്കെ അതിനകത്ത് ഉണ്ട് എന്ന് പറയുമ്പോഴും ഇതുപോലെ സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഫേസ്ബുക്ക് പേജാണ് ഇതേ രീതിയിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇത് ഓർഗാനിക്കലി തന്നെ ഈ പേജ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. കാരണം ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കര ട്രെൻഡായിരുന്നു. എന്ത് ട്രെൻഡായിരുന്നു? ഈ പറഞ്ഞ ബിഗ് ടിവിയുടെ ലോഞ്ചിങ്. ഇവർ സ്വന്തമായിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പേജ് ഓർഗാനിക്കലി അവർക്ക് എത്താൻ സാധിക്കുമായിരുന്നു 1 ലക്ഷം 2 ലക്ഷത്തിലേക്കൊക്കെ സ്വാഭാവികമായിട്ട് എത്താൻ വേണ്ടി സാധിക്കുമായിരുന്നു. പക്ഷെ അതിന് പകരമായിട്ട് ഇവർ എളുപ്പവഴി സ്വീകരിക്കുകയാണ്. ഈ എളുപ്പവഴി സ്വീകരിച്ചതിൻ്റെ പരമായിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? സ്വയം നാറിയില്ലേ? ഏതോ ഒരു പണ്ടത്തെ ഏതോ ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലിൻ്റെ ഒരു പേജ് വാങ്ങിയതിന് ശേഷം ആ പേജ് ഇവർ ബിഗ് ടിവിയുടെ പേരിൽ അപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന നാണക്കേട് അത് ആർക്കാണ് വരുന്നത്? ഈ പ്രഗത്ഭരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്കല്ലേ? അവരത്രയും കാലം എടുത്തു വെച്ചിട്ടുള്ള പേരിലാണ് അവരുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന കാര്യമല്ലേ അത്? കാരണം ഇതേ രീതിയിലുള്ള ഈ അനാവശ്യമായിട്ട് ഇതേമാതിരിയുള്ള ഹൈപ്പ് കാണിച്ചു വെക്കുന്നവർ വളരെ അപകടത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. ഇപ്പം ഞാൻ പറയട്ടെ, വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വ്യൂസ് വേണമെങ്കിൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മൾ അനാവശ്യമായിട്ടുള്ള ബൂസ്റ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊക്കെ എന്തെങ്കിലും പരസ്യങ്ങളൊക്കെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മേടിക്കണം എന്നുണ്ടെങ്കിൽ അനാവശ്യ ബൂസ്റ്റിങ്ങിന് പോയാൽ മതി. അനാവശ്യ ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ വേണമെങ്കിൽ 100 പേര് കാണുന്ന നമ്മുടെ ഒരു വീഡിയോ 5000 10,000 പേരൊക്കെ, അല്ലെങ്കിൽ 20,000 20,000 ഒക്കെ, അല്ലെങ്കിൽ 30,000 50,000 ഒക്കെയാണ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഓർഗാനിക്കലി എല്ലാവരും കാണുന്ന സംഭവമാണ്. പക്ഷേ ഇത് വേണമെങ്കിൽ 5 ലക്ഷം ആക്കാൻ വേണ്ടി പറ്റും, 10 ലക്ഷം ആക്കി കാണിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അങ്ങനെ കാണിച്ചിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? കുറെ പരസ്യ കമ്പനിക്കാരെയും അതോടൊപ്പം തന്നെ കുറെ അഡ്വർടൈസ്മെന്റ് ഏജൻസികളെയും പറ്റിക്കാം എന്നതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഗുണം കിട്ടുമോ? ഒരു ഗുണവും കിട്ടത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ
തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കള്ളത്തരം കാണിച്ച് കുടുങ്ങിയിരിക്കുകയാണ് ബിഗ് ടി വിയുടെ മാനേജ്മെന്റ് എന്ന് പറയേണ്ടി വരും. കാരണം ഇത് കോൺഗ്രസിന് അനുകൂലമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് രേവന്ത് റെഡ്ഡി KC വേണുഗോപാലിന് കൊടുത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഈ ബിഗ് ടി വി എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ അവസ്ഥ എന്തായിട്ട് മാറും, അവിടെ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ അവസ്ഥ എന്തായിട്ട് മാറും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വലിയ ആശങ്കകളാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. ഇപ്പോൾ മാധ്യമ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിട്ടും ആശങ്കകൾ ഉണ്ടാകും. കാരണം സഹപ്രവർത്തകർ കൂടുതൽ സാലറിയിൽ പോകുന്ന സമയത്ത് ഒരു ജലസിയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ അവർക്കൊരു വീഴ്ച പറ്റി കാണാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല എന്നൊരു വസ്തുത കൂടി അവിടെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. എന്താ ഷാഫിക്ക് പറയാനുള്ളത്? ഇപ്പോൾ ബിഗ് ടി വിയുടെ ലോഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയധികം ക്യൂരിയസ് ആയിട്ട് നോക്കിക്കണ്ട ഒരു സംഗതിയാണ്. കാരണം മലയാളത്തിലേക്ക് പുതിയൊരു വാർത്താ ചാനൽ എത്തുന്നു, കേരളത്തിൽ 11ാം സ്ഥാനത്തേക്ക് എത്തുന്നു. നിലവിൽ ബാർക്ക് റേറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഈ മാധ്യമ മേഖലയിൽ തന്നെ നടക്കുന്നു. ഈ ഒരു സമയത്താണ് ബിഗ് ടി വി ഇവിടേക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടി വരുന്നത്. പിന്നീട് മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഇതിൻ്റെ നേതൃത്വ സ്ഥാനത്തേക്ക് സുജയ പർവതി വരുന്നു എന്നുള്ളതാണ്. സുജയ പർവതിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സുജയ പർവതി 24 ന്യൂസിൽ നിന്നും രാജിവെച്ച് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ, അവർ പരസ്യമായിട്ടൊരു സംഘി എന്നുള്ള നിലയിലേക്ക് അവരെ വിചാരണ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിനുശേഷം റിപ്പോർട്ടർ TV വന്നതിന് ശേഷവും മീറ്റ് ദ എഡിറ്റേഴ്സിൽ അരുൺകുമാറുമായിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്തെല്ലാം തന്നെ അവർ ആ ഒരു ലൈൻ തന്നെയാണ് അവർ കീപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സുജയ പാർവതിയുടെ ഒരു ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യപ്പെട്ട് നിന്നിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നും പിന്നീട് സുജയ പാർവതി കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയാവുകയും അതിനോടൊപ്പം തന്നെ അവരുടെ പൊളിറ്റിക്സ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കൃത്യമായിട്ട് നിലപാടുകൾ പറയുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തൊരു മാധ്യമ പ്രവർത്തകയാണ്. അങ്ങനെ മലയാള മാധ്യമ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിത ഒരു ചാനലിൻ്റെ എഡിറ്റർ സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത, അതിനെ വളരെ അധികം നമ്മൾ കൈയടിച്ച് സ്വീകരിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. ഒരു വനിതയ്ക്ക് ഒരു ചാനലിനെ മുന്നോട്ട് നയിക്കാനുള്ള എല്ലാവിധ കഴിവുകളും കെൽപ്പുകളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അനിൽ അയിരൂർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. അനിൽ അയിരൂരിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 24 ന്യൂസും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് TVയും ഒക്കെ ഡിസൈൻ ചെയ്ത് അതിനുശേഷം റിപ്പോർട്ടർ TV MV നികേഷ് കുമാറിൻ്റെ കയ്യിൽ നിന്നും അഗസ്റ്റിൻ ബ്രദേഴ്സ് വാങ്ങിയതിന് ശേഷം അതിനെയും വളരെ മികച്ച രീതിയിൽ ഡിസൈൻ ചെയ്ത് മലയാളിയുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ഈ ബിഗ് TVയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ വളരെയധികം മികച്ച രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയായിരിക്കും ഇതിൻ്റെ മുൻപിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കഥാർസിസിനെ പോലെയുള്ള പേജുകളെ വിലയ്ക്ക് വാങ്ങി അതിനെ മലയാളികൾക്ക് മുൻപിലേക്ക് സമർപ്പിക്കുമ്പോൾ ശരിക്കും മലയാളികളെ കബളിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്.